ഡോക്ടർ അനൂപ് നായർ, വളരെ കാലമായി സ്പൈൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ താങ്കൾ. വളരെയധികം സർജറികൾ ചെയ്തും പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈയിടെയായി നമുക്ക് പ്രായം കുറഞ്ഞ ആൾക്കാരിൽ കൂടുതലായി സ്പൈൻ പ്രശ്നങ്ങൾ കാണുന്നത് കൂടിയിട്ടുണ്ടോ? അത് നന്നായി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ലാസ്റ്റ് 10-15 ഇയേഴ്സ് നമ്മളെടുത്ത് നോക്കിയാൽ നമ്മളൊരു ബിലോ 40 ഇയേഴ്സിൽ 40 വയസ്സിന് താഴെ വരുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട്, സ്പൈൻ റിലേറ്റഡ് ബുദ്ധിമുട്ട് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ മെയിൻ കാരണം ബേസിക്കലി ഒരു പോസ്ചർ റിലേറ്റഡ് ബാക്ക് പെയിൻ ആണ്. ഒരു അപ്രോപ്രിയേറ്റ് പോസ്ചർ അല്ലാത്തതുകൊണ്ട് വരുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ആക്ച്വലി അങ്ങനത്തെ ഒരു ആൾക്കാരുടെ എണ്ണം കൂടിയത് കോവിഡ് സമയത്താണ്. കാരണം കോവിഡ് സമയത്ത് ഈ വർക്ക് ഫ്രം ഹോം ആയിരുന്നപ്പോൾ ആൾക്കാർ 12 to 18 hours വരെ, എനിക്ക് പേഷ്യൻസ് ഉണ്ട്, 12 to 18 hours വരെ ഞാൻ വർക്ക് ചെയ്യും. അപ്പോൾ കോവിഡ് സമയത്ത് എൻ്റെ എന്താ പറയുക, വർക്കിംഗ് കപ്പാസിറ്റി കൂടിയെന്ന് ആൾക്കാർ പറയും. കമ്പനിക്കാർക്കും അതാണല്ലോ വേണ്ടത്, എല്ലാവരുടെയും റിസൾട്ട്സ്, അതായത് വർക്കിംഗ് ഹവേഴ്സ് കൂടിയ റിസൾട്ട്സ് കൂടും. പക്ഷേ ആൾക്കാർ വീട്ടിലിരിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുന്നത്, ഈ 12 to 18 hours പുള്ളി ഇരിക്കുന്നത് അറ്റ് എ കണ്ടിന്യൂസ് സ്ട്രെച്ച് ഒരു 8 to 9 hours ഒക്കെ ഒരു ഒരേ പോസ്റ്ററിൽ ഇരിക്കുന്ന ഒരു പൊസിഷനിലാണ്. അല്ലെങ്കിൽ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇരുന്നിട്ട് ഒരു ഈസി ചെയറിൽ റിക്ലൈനിങ് പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അത് ബാക്കിനും നെക്കിനും, എസ്പെഷ്യലി നെക്കിനും വളരെ ഹാംഫുള്ളാണ്. കാരണം ആ സമയത്ത് നമ്മുടെ നെക്കും ബാക്കും ഒരു വളരെ ഓക്വേർഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മസിൽസ് അൺഡ്യൂസ് സ്ട്രെയിനിൽ വരികയാണ്. ദാറ്റ് വിൽ ആക്ച്വലി കോസ് മോർ ഡാമേജ് ടു ദ ബോൺസ് ആസ് വെൽ ആസ് ദ ഡിസ്ക് ബൾജ്. അപ്പോൾ ഡിസ്ക് ബൾജിന് വളരെ കോമൺ ആയിട്ടൊരു കോസ് ഈ ഒരു യങ് ഏജിൽ ഇസ് ഇംപ്രോപ്പർ പോസ്ചർ. പിന്നെ ലാക്ക് ഓഫ് എക്സസൈസസ്, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അതൊന്നും ആരെയും കുറ്റപ്പെടുത്തല്ല, ബട്ട് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടുവരുന്നത്. സോ ഓൾ ദീസ് ആർ ആഡിങ് ഓൺ ടു ദിയർ വീക്ക് ലാക്ക് ഓഫ് സൺ എക്സ്പോഷർ. അതായത് പണ്ട് നമ്മൾ കണ്ടിരുന്ന, ഇപ്പോൾ ഒരു 20-25 ഇയേഴ്സിൽ കാണുന്ന MRI സ്പൈനൊക്കെ ശരിക്കും നോക്കിയാൽ പണ്ടൊരു 50-55 ഇയേഴ്സിലാണ് ആ ചേഞ്ചസ് ഒക്കെ കണ്ടിരുന്നത്. അപ്പോൾ ചേഞ്ചസ് ഇൻ സ്പൈൻ ഹാസ് ഓൾസോ കം ഡൗൺ ടു ദ യങ്ങർ ഏജ് MRIയിൽ. അത് കൂടാതെ ആൾക്കാരുടെ പോസ്ചർ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ, ഞാനിപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ചില ആൾക്കാർ അറ്റ് ദ ഏജ് ഓഫ് 60 അവരുടെ പോസ്ചർ ഇപ്പോഴും അപ്രൈറ്റാണ്. ദി വാക്ക് ഹെഡ് സ്ട്രെയിറ്റ്, ചെസ്റ്റ് സ്ട്രെയിറ്റ്, കണ്ണ് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുന്നത്. അങ്ങനെ ഇപ്പോഴും അങ്ങനെ കുറേ എൽഡർലി ആൾക്കാരുണ്ട്. നേരെ മറിച്ച് യങ്സ്റ്റേഴ്സിൽ ആ ഒരു പോസ്ചർ ഇസ് ലാക്കിങ് വൈൽ വാക്കിംഗ്. എല്ലാവർക്കും ഒരു ഇങ്ങനെ ഒരു കൂന്നു പോകുന്നൊരു പോസ്ചറാണ്. എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ചെറുപ്പം തൊട്ട് ഈ ബാഗ് ഇട്ടിട്ടാണോ എന്ന് അറിയില്ല, എല്ലാവർക്കും ഒരു നാച്ചുറൽ സ്റ്റൂപ്പിംഗ് ഫോർവേഡ് പോസ്ചറാണ്. അപ്പോൾ നമ്മുടെ സ്പൈൻ കർവേച്ചർ പറയുന്നത് എന്താ വെച്ചാൽ ഒരു S ഷേപ്പ് പോലെ ആവണം. നട്ടിൽ വളഞ്ഞിട്ട് തന്നെയാണ്, ആ കറക്റ്റ് വളവാണ് ഈ ഒരു S ഷേപ്ഡ്. ആ S ഷേപ്ഡ് കിട്ടാതാവുമ്പോൾ നാച്ചുറൽ അതിൻ്റെ സ്ട്രെയിൻ സ്പൈൻ്റെ എല്ലുകൾക്കും ഡിസ്കിലൊക്കെ വരും. അതാണ് ഈ യങ് ഏജിൽ ഇത്രയും സ്പൈൻ ഇഷ്യൂസ് വരാനുള്ള കാരണം. നമ്മളെന്തായാലും ഒരു ടോപ്പിക്ക് വന്നത് സ്കൂൾ ബാഗിനെ കുറിച്ചാണ്. അപ്പോൾ ചെറുപ്രായം തൊട്ട്, ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ പോകുന്ന പ്രായം തന്നെ മാറിപ്പോയി. ഒരു 3 വയസ്സ് കഴിയുമ്പോൾ ബാഗുമായിട്ട് പ്ലേ സ്കൂളിലേക്ക്, പിന്നെ അവിടുന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് UKG LKG അങ്ങനെ പോവുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ കൂടെ ഒരു സ്കൂൾ ബാഗും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്പെസിഫിക്കലി ഡോക്ടർക്ക് പറയാനുണ്ട്? സ്കൂൾ ബാഗ് തന്നെ കുട്ടികൾക്കൊരു ഹരാണ്. അതായത് ഏതൊരു കൊല്ലം തുടങ്ങുമ്പോൾ സ്കൂൾ ബാഗ്, കൊട, ഷൂസ്, അതൊരു ഹരാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഏതൊരു കുട്ടിക്കും അവൻ്റെ ബാഗ് തൂക്കിപ്പോകുന്ന ഒരു പ്രൈഡാണ്. അത് 3rd സ്റ്റാൻഡേർഡ് തൊട്ട് അവന് കിട്ടുന്നൊരിതാണ്. അത് പ്രായം കൂടുന്നൊരു 3rd, 4th സ്റ്റാൻഡേർഡ് അവൻ വലിയ ഏട്ടന്മാരെയും ചേച്ചിമാരെയും കണ്ടിട്ട് അവനത് ഒരു കൈ 2 കൈ എന്നുള്ളത് ഒരു കയ്യിലാവും. അത് ആക്ച്വലി കുറച്ച് ഡേഞ്ചറസ് ആണ്. കാരണം ഫുൾ ലോഡ് വരുന്നത് ഒരു കയ്യിലാവുമ്പോൾ നാച്ചുറലി ഹീറ്റ് ടെൻസ് ടു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു കൂന് നാച്ചുറലി വരും. അത് ആക്ച്വലി വളരെ എസ്പെഷ്യലി പറയുന്നത് വെച്ചാൽ ഒരു 3 to 10 ഇയേഴ്സിൽ സ്പൈൻ ഗ്രോ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗ്രോ ചെയ്യുമ്പോൾ കറക്റ്റ് പോസ്ചർ കിട്ടിയില്ലെങ്കിൽ അത് നട്ടലിൻ്റെ വളവിനെയും അല്ലെങ്കിൽ ഈവൻ അവരുടെ ഗ്രോത്തിനെ തന്നെ അത് ബാധിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് പറയുന്നത് വെച്ചാൽ സ്റ്റഡീസ്, പല യൂറോപ്യൻ സ്റ്റഡീസ് പറയുന്നത് വെച്ചാൽ കൊച്ചിൻ്റെ 10% താഴെ ആകുമ്പോഴുള്ളൂ ബാഗിൻ്റെ വെയിറ്റ്. കൊച്ചിൻ്റെ വെയിറ്റിൻ്റെ 10% താഴെ ആകുമ്പോൾ ബാഗ് ഐഡിയലി അതാണ്. അത് നമ്മൾ എത്രമാത്രം നോക്കുന്നുണ്ട്, നമ്മൾ എത്ര മോണിറ്റർ ചെയ്യേണ്ട അറിയില്ല. വിദേശ രാജ്യത്തിലൊക്കെ അതടക്കം അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ബട്ട് അതിൽ ചില സ്കൂൾസൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ചില സ്കൂൾസൊക്കെ ഇപ്പോൾ സ്കൂൾ ബാഗ് വീട്ടിൽ തന്നെ, സ്കൂളിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് 2nd or 3rd സ്റ്റാൻഡേർഡ് അവർക്ക് പല ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവർക്ക് ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെ നാട്ടിലേക്ക് അതൊന്നും വന്നിട്ടില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് സ്കൂൾസ് അത് ട്രൈയിങ് ടു റെഡ്യൂസ് ദിസ് ബാഗ് ബേർഡൻ അവരൊരുപാട് നോക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു കാലയളവിൽ ബാഗ് ബേർഡൻ ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു നമ്മുടെ നാട്ടിലെ സ്പൈൻ്റെ ഇഷ്യൂസ്. ഡെഫിനറ്റ്ലി അതൊരു കാരണം, അതിനെക്കുറിച്ച് അവയർനെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചേഞ്ചസും വന്നു തുടങ്ങിയിട്ടുണ്ട്, സ്കൂൾ തലത്തിലായാലും പാരൻസ് തലത്തിലായാലും. അതേപോലെ മൊബൈൽ
യങ് ആൾക്കാർക്ക് നമുക്കിപ്പോൾ ഒരു റിലാക്സേഷനും ഈവൻ ജോബും എല്ലാം മൊബൈലാണ്. അപ്പോൾ അപ്പോൾ റീല്, അപ്പോൾ നമുക്കിത് ചിലപ്പോൾ ന്യൂസ് വരുന്നത്. അപ്പോൾ മൊബൈൽ എങ്ങനെയാണ് നമ്മുടെ സ്പൈൻ ഹെൽത്തിനെ ബാധിച്ചിരിക്കുന്നത്? മൊബൈൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് നമ്മുടെ കഴുത്ത്, നെക്കിന്, സെർവൈക്കൽ റീജിയനെ ആയിരിക്കും. കാരണം ഈ മൊബൈൽ നോക്കുമ്പോൾ എപ്പോഴും ഒരു ഫ്ലെക്ഷൻ പോസ്ചറാണ്. അപ്പോൾ ഈ ഒരുപാട് നേരം ഈ ഫ്ലെക്സ് ചെയ്താൽ നമുക്ക് ഡിസ്ക് ബൾജിന് സാധ്യത കൂടുതലാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരാൾ ഇപ്പോൾ ഒന്ന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കൈ ലെഫ്റ്റ് പോക്കറ്റിലേക്ക് പോയിട്ട് എടുത്ത് മൊബൈൽ എടുത്തു. അതൊരു നോമാണ്, അത് മാറ്റാൻ പറ്റില്ല. ന്യൂസ് വരുന്നുണ്ടോ, ചേഞ്ചസ് ഉണ്ടോ, വാട്സാപ്പ്, അത് ലോട്ട് ഓഫ് തിങ്സ്. ഐ തിങ്ക് പീപ്പിളുടെ എവറിത്തിങ് ഡെയിലി റുട്ടീൻ ഇസ് റിവോൾവ് അറൗണ്ട് ദിസ് മെഷീൻ. സോ ഒരു ഫ്രീ ടൈം എന്ന് നമുക്കില്ലല്ലോ. ഇപ്പോൾ ഫ്രീ ടൈം എടുത്താൽ അപ്പോൾ മൊബൈലിലുള്ള, അപ്പോൾ അത്രയും ടൈം നിങ്ങളുടെ കഴുത്ത് ഫ്ലെക്ഷൻ ആകുമ്പോൾ അത്രയും ഡാമേജ് വരും. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് മൊബൈൽ ഒരിക്കലും ഇങ്ങനെ സ്ട്രെയിറ്റ് നേരെ നോക്കി ഫുള്ള് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരൊറ്റ വെച്ചാൽ ട്രൈ ടു റെസ്ട്രിക്റ്റ് മൊബൈൽ യൂസ് ടു വാട്ട് എവർ യു ക്യാൻ. ട്രൈ ടു ഡു മോസ്റ്റ് ഓഫ് യുവർ ചാറ്റ്സ് ഓർ വർക്ക്സ് ഓൺ യുവർ ലാപ്ടോപ്പ്. ആൻഡ് വേറൊരു ഇതെന്താ വെച്ചാൽ ഞാൻ ഒന്ന് ആഡ് ചെയ്യാന്ന് വെച്ചാൽ വർക്കിംഗ് പോസ്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ 8 മണിക്കൂർ ഇരിക്കുന്നത് 1 മണിക്കൂറായി കുറച്ചാൽ മാത്രം പോരാ. ആ ഇരിക്കുന്നതിനും ഒരു പ്രത്യേകത ഇതുണ്ട്. യു ഷുഡ് ഓൾവേസ് സിറ്റ്. കറക്റ്റ് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പോൾ 90 ഡിഗ്രി ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ട്. അതായത് ഹിപ്പിൻ്റെ അവിടെയും നീൻ്റെ അവിടെ. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു എൽ ഷേപ്പ് പോലെ ഇരിക്കണം എന്നാണ് പറയുന്നത്. ആ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിറ്റ് ലെവലിൽ വരണം. ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ചെയ്യുന്നതന്നെ നമ്മുടെ ഇതിന് ഭയങ്കര നെക്ക് മസിൽസിന് ഭയങ്കര സ്ട്രെയിനാണ്. സോ ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ യുവർ ഐ കോൺടാക്ട് വിത്ത് ദ ലാപ്ടോപ്പ്. ടേക്ക് ബ്രേക്സ് ഇൻ ബിറ്റ്വീൻ. എൻ്റെ പേഷ്യൻസിന് ഞാൻ പറയുന്നത് 1 hour കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ കോഫി മെഷീൻ അല്ലെങ്കിൽ കോഫിയുടെ അവിടെ പോയിട്ട് ജസ്റ്റ് റോം അറൗണ്ട് ദാറ്റ് ഒരു 2 minutes ബ്രേക്ക് എടുത്ത് വയ്ക്കുക. കാറിലാണെങ്കിൽ കാറൊന്ന് സൈഡാക്കിയിട്ട് കാറിൻ്റെ ചുറ്റും ഒരു 2 പ്രാവശ്യം നടന്നു വരിക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ സ്പൈനിൽ ചെയ്യുന്ന ഓരോ ഇങ്ങനത്തെ ടിപ്സും ട്രിക്സും ഒരു ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ കണക്കാക്കിയാൽ മതി. സോ ദാറ്റ് ഒരു 60 വയസ്സിലൊന്നും വെറുതെ ഒരു സർജൻ്റെ ഇടയിൽ പോകണ്ടല്ലോ, ഒരു സർജറി അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൂട്ടിയാൽ അത് ഡെയിലി എന്നൊരു നമ്മുടെ റുട്ടീനിലായാൽ പിന്നെ അത് ഇറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് എ റുട്ടീൻ. അതുപോലെ ഇപ്പോൾ എല്ലാവരും ഏകദേശം വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ജിമ്മിനെ കുറിച്ച് വളരെ അവെയറായി അതൊരു റുട്ടീനായിട്ടുണ്ട് ചെറുപ്പക്കാർക്കിടയിലെങ്കിലും. അപ്പോൾ ജിമ്മിൽ നമ്മൾ ഒരു ഫസ്റ്റ് ടൈം യൂസറോ അല്ലെങ്കിൽ ഒരു അൺഅക്കസ്റ്റംഡ് യൂസറായിട്ട് ചെല്ലുമ്പോൾ എന്താണ് ഒരു സ്പൈൻ സർജൻ എന്നുള്ള രീതിയിൽ അവർക്കൊരു മുൻകരുതൽ കൊടുക്കാൻ? ഞാൻ ഒരു ജിം ട്രെയിനി ഒന്നല്ല, പക്ഷേ ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കിയത് സ്ഥിരം ഒരു കൊല്ലത്തിൻ്റെ ഒരു തുടക്കത്തിൽ ഒരു ജനുവരി മാസത്തിൽ ഒരു ഫസ്റ്റ് വീക്കൊക്കെ അവസാനമാകുമ്പോൾ ഞങ്ങൾക്ക് കുറേ ബാക്ക് പെയിൻസോ നെക്ക് പെയിനൊക്കെ വരും. അതെന്താ വെച്ചാൽ പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആകുമ്പോൾ എല്ലാവർക്കും ജിമ്മിൽ പോകണം. അപ്പോൾ ജിമ്മിൽ പോയി അവിടെ ചെന്ന് ഹെവി വെയ്റ്റ്സ് എടുക്കുന്നു. അപ്പോൾ നാച്ചുറലി ഈ വെയ്റ്റ്സ് നമ്മളൊരു വിത്തൗട്ട് ഈ ട്രെയിനർ ആണെങ്കിൽ നമ്മുടെ ഒരു ഈസി ഇൻക്ലിനേഷനാണ്. അല്ലെങ്കിൽ ആദ്യം പോയിട്ട് ഓഫ് കോഴ്സ് നമ്മൾ ബൈസെപ്സ്, ട്രൈസെപ്സ്, ചെസ്റ്റ്, ഈ ഒരു അപ്പർ ബോഡിയിലാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യുന്നൊരു ഭാഗം നമ്മുടെ പെൽവിക് മസിൽസ് അല്ലെങ്കിൽ ലോ ബാക്ക് മസിൽസും കോർ മസിൽസും നമ്മുടെ ലെഗ്, ഗ്ലൂട്ടിയസ്, ലോവർ ഹാംസ്ട്രിങ്സ്, ലോവർ ഹാഫ്. ആക്ച്വലി ഇത് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പർ ബോഡിയുടെ അതേ ഇമ്പോർട്ടൻസ് ലോവർ ബോഡിക്ക് കൊടുക്കണം. പിന്നെ ഒരു 8-10 വർഷം ഒരിക്കലും ജിമ്മിൽ പോകാത്ത ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു ജനുവരി 2 മുതൽ ഭയങ്കര സിവിയറായിട്ട് ജിമ്മിങ് ചെയ്താൽ അത് ബോഡിക്ക് ഒരിക്കലും ഒരു ബോഡിക്ക് അത് താങ്ങാൻ പറ്റില്ല. ബിക്കോസ് ബോഡി അതിന് വേണ്ടി ഇൻക്ലൈൻഡ് അല്ല. അപ്പോൾ എപ്പോഴും ഐ ഓൾവേസ് സേ ഒരു ജനുവരിയിൽ ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് ജിം, ആ ഒരു മാസം ജനുവരി ഫുൾ സ്ട്രെച്ചിങ് എക്സസൈസസ് നിങ്ങളുടെ ബോഡീനെ ട്യൂൺഡ് ആക്കുക, ബോഡി ലൂസ് ആക്കുക, ബ്രേക്ക് ഓൾ ദ മീൻസ് അതുവരെയുള്ള സ്റ്റിഫായ മസിൽസിനൊക്കെ ബ്രേക്ക് ചെയ്യുക. ആൻഡ് ബെറ്റർ ടു ഡു ഇറ്റ് അണ്ടർ ഗൈഡൻസ്. ഒരു നല്ലൊരു ട്രെയിനറിനെ എടുക്കുക, പുള്ളിയുടെ ഗൈഡൻസിൽ നല്ല സ്ട്രെച്ചിങ് ചെയ്തതിന് ശേഷം പിന്നെ ഓരോന്നായി സ്ട്രെങ്തനിങ് ചെയ്യുക. സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഡെയിലി ഓരോ സെക്ഷൻ ഓഫ് മസിൽസ്, അതിൽ അപ്പർ ബോഡി, കോർ, ലോവർ ബോഡി അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുക. അപ്പോഴാണ് ഒരു ജിമ്മിൻ്റെ ആക്ച്വലി ഒരു കംപ്ലീറ്റ് യൂട്ടിലിറ്റി വരുന്നതും നമുക്ക് പോകാനൊരു ഇൻട്രസ്റ്റ് ആവും. അല്ലെങ്കിൽ ഈ ജനുവരിയിൽ ജോയിൻ ചെയ്യുന്ന ആൾ ഒരു 3rd വീക്കിൽ അവന് ഇഞ്ചുറി ചെയ്യും, ബാക്ക് പെയിൻ അവൻ നിർത്തും, പിന്നെ അവൻ പോകുന്ന അടുത്ത കൊല്ലം ജനുവരിയിലാണ്. അപ്പോൾ വീണ്ടും ആ സൈക്കിൾ ഇസ് റിപ്പീറ്റിംഗ് അല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് പ്ലാൻ ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഈ ജിം ഒരിക്കലും ഹാംഫുൾ അല്ല. നമ്മുടെ ബോഡിക്ക് എപ്പോഴും ടോൺ വേണം. ഒരു സ്റ്റെപ്പ് വൈസ് ആയിരിക്കണം, ഗ്രേഡഡ് ആയിരിക്കണം. അതേപോലെ തന്നെ എല്ലാ ബോഡി പാർട്സിനെയും കവർ ചെയ്യുന്നതായിരിക്കണം, കോംപ്രിഹെൻസീവ് ആയിരിക്കണം. നമ്മുടെ സ്ലീപ്പിംഗ് പൊസിഷൻ അതും സ്പൈനിൻ്റെ ആരോഗ്യവുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? സ്ലീപ്പിംഗ് പൊസിഷൻ ഓഫ് കോഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ
കമന്ന് ലൈങ് ഓൺ യുവർ ബെല്ലി ഇസ് നോട്ട് അഡ്വൈസബിൾ എന്നാണ് പല സ്റ്റഡീസും പറയുന്നത്. അല്ലാതെ ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ വലിയ പ്രോബ്ലം ഇല്ല. പിന്നെ പല ചോദ്യങ്ങളും ഡോക്ടറിനും കിട്ടുന്നുണ്ടാവും, നമ്മുടെ ഏത് തരം മാട്രസ് ഉപയോഗിക്കണം, ഏത് തരം ബെഡ് ഉപയോഗിക്കണം, പില്ലോ ഉപയോഗിക്കാൻ പാടോ. അങ്ങനെ ഒരു സ്റ്റഡി ഈസ് നോട്ട് പ്രൂവൺ ദറ്റ് ഈ മാട്രസ് ഇസ് ഗുഡ്, അതങ്ങനെയല്ല. ബട്ട് വാട്ട് ഐ വുഡ് ഓൾവേസ് സേ, അധികം സോഫ്റ്റും ആകാൻ പാടില്ല, അധികം ഹാർഡും ആകാൻ പാടില്ല. ഒരു ഫേം മാട്രസ്, അതായത് കിടന്നാൽ കുഴിഞ്ഞും പോരുത്, കിടന്നാൽ പലകെ പോലെ ആവരുത്. ഒരു ഫേം മാട്രസ് വിച്ച് ഇസ് ഏബിൾ ടു ബെയർ യുവർ ബോഡി. ആൻഡ് പില്ലോസ് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ പലതരം പില്ലോസ് മാർക്കറ്റിൽ അത് ഉപയോഗിച്ചാൽ നെക്ക് പെയിൻ കുറയും, അതിലൊന്നും എനിക്ക് അറിയില്ല, ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ഇല്ല. എൻ്റെ ഇതിൽ ഞാൻ എപ്പോഴും പറയുന്നത് പില്ലോസ് ഇസ് സംതിങ് വിച്ച് ഷുഡ് ഗീവ് യുവർ മസിൽസ് റിലാക്സ്ഡ്. സോ ഓൾവേസ് കീപ് പില്ലോയുടെ എക്സ്റ്റൻഷൻ കറക്റ്റാണ്. അറ്റ്ലീസ്റ്റ് ഷോൾഡർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മസിൽസ് നല്ല റിലാക്സ്ഡ് ആയിട്ട് കിടക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഈ മസിൽസും വെറുതെ ഒരു ടോട്ട് പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു പണ്ടത്തെ ഒരു വലിയ റെമഡിയാണ് നട്ടലിന് വേദനയുള്ളവർ പലകെ കിടന്നുറങ്ങുക. അതെ പലകെ കിടന്ന് ഇങ്ങനെ കിടത്തും, പലകയിൽ ഇങ്ങനെ കിടത്തും, തറയെ കിടത്തും. അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? അതിലെന്താ വെച്ചാൽ ബേസിക്കലി റെസ്റ്റാണ് മെയിൻ തിങ്. സോ റെസ്റ്റിൽ കുറേയൊക്കെ പെയിൻ മാറും. അതിപ്പോൾ പലകെ കിടന്നാലും സോഫ്റ്റ് ബെഡ് കിടന്നാൽ അത് മാറും. ബട്ട് പലകെ കിട്ടുന്ന ഇതൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മുടെ ബോഡി ഒരു സോഫ്റ്റ് കുഷൻ പോലത്തെ ഒരു ബെഡിൽ കിടക്കുന്നേക്കാൾ ഇതൊരു കുറച്ചുകൂടെ ഫേം ആണ്. സോ ബേസിക്കലി യുവർ ബോഡി ഈസ് മെയിൻറ്റെയിനിങ് ഇൻ ദ സെയിം അനാറ്റമിക്കൽ പൊസിഷൻ. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഇസ് സൗണ്ട് ടു ബി മച്ച് ബെറ്റർ. തീർത്തും സോഫ്റ്റിനെ കഴിഞ്ഞു, പക്ഷേ അത്രയ്ക്കൊക്കെ ഹാർഡ് ആകണോ എന്നുള്ളത് ഇല്ല, അത് അത്രയ്ക്ക് വേണ്ട എന്നുള്ളതാണ്. പലപ്പോഴും വർഷങ്ങളായിട്ട് പലകെ കിടന്നുറങ്ങിയ ആൾക്കാരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു കുറേയൊക്കെ മിത്സ് ആണ്. അതെ.